Hi all, welcome to the class. Today we are going to discuss a small problem in the subject Mechanics of Machinery. We have already dealt with graphical cam profile design with SHM and UI/UR motion, and today we are going to deal with a problem that consists of offset of the follower. So we will directly go to the problem. This problem is already discussed in our previous class, but there is only one change, that is the line of stroke of follower is offsetted by 20 mm from the axis of cam. തൊട്ട് മുമ്പിലെടുത്ത പ്രോബ്ലം ആയിട്ടുള്ള വ്യത്യാസമാണ്. അതിനകത്തുണ്ടായ ഡാറ്റാസ് തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. 25 mm ആണ് മാക്സിമം ലിഫ്റ്റ് വരുന്നത്. 120 ഡിഗ്രി ഓഫ് ക്യാം റൊട്ടേഷനാണ് ഔട്ട്വേർഡ് സ്ട്രോക്ക് അഥവാ നമ്മുടെ റൈസിങ്ങിന് ഉപയോഗിക്കുന്നത്. 60 ഡിഗ്രി പിന്നെ ഡ്വെൽ പീരീഡ് ആണ് ക്യാം റൊട്ടേഷൻ്റെ. പിന്നെ 90 ഡിഗ്രി റിട്ടേൺ സ്ട്രോക്കാണ്. പിന്നത്തെ 90 ഡിഗ്രി ഡ്വെൽ പീരീഡ് ആണ്. മിനിമം റേഡിയസ് ഓഫ് ക്യാം 40 ആണ്. അതുപോലെ തന്നെ ഫോളോവറിൻ്റെ റൈസിങ് SHM റിവേഴ്സ് അഥവാ റിട്ടേൺ സ്ട്രോക്ക് UI/UR ആണ്. അതുകൊണ്ട് ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ ഡാറ്റ എടുത്ത് എഴുതാം. ദാറ്റ് ഈസ് മാക്സിമം ലിഫ്റ്റ് ഓഫ് ദ ഫോളോവർ S = 25 mm, മിനിമം റേഡിയസ് ഓഫ് ക്യാം R = 40 mm, ഓഫ്സെറ്റ് ഓഫ് ദ ഫോളോവർ 20 mm. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ആക്സിസ് വരക്കുക. നേരത്തെ തന്ന പ്രോബ്ലത്തിൽ ഓഫ്സെറ്റ് വന്നു കഴിഞ്ഞാലും വന്നിട്ടില്ലെങ്കിലും സെയിം ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ 25 mm ലിഫ്റ്റിൽ ഒരു ഇത് വരക്കുക. അതുപോലെ ആംഗിൾസ് മാർക്ക് ചെയ്യാം. റൈസിങ് ആംഗിൾ ദാറ്റ് ഈസ് 120 ഡിഗ്രി, ഡ്വെൽ പീരീഡ്, റിട്ടേൺ സ്ട്രോക്ക് ആൻഡ് ഡ്വെൽ പീരീഡ്. ഇത്രയും കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്യാം പ്രൊഫൈലിൻ്റെ സ്റ്റാർട്ടിംഗ് ആയി. ഇനി ആദ്യം റൈസിങ് അഥവാ ഔട്ട്വേർഡ് സ്ട്രോക്കിനെ 6 കട്ട് ചെയ്യുക. അതേപോലെ റിട്ടേൺ സ്ട്രോക്കിനെയും 6 കട്ട് ചെയ്യുക. SHM ആയതുകൊണ്ട് ഔട്ട്വേർഡ് സ്ട്രോക്കിൻ്റെ എടുക്കുക, ഒരു കർവ് വരക്കുക, അതിനെ 6 കട്ട് ചെയ്യുക. 6 കട്ട് ചെയ്ത ശേഷം ലൈൻസ് എല്ലാം തന്നെ നമ്മുടെ റെഫറൻസ് ബേസ് ലൈനിന് ഈ ലൈൻ അഥവാ ബേസ് ലൈൻ എന്ന് പറയുന്നത് ആക്സിസ് ലൈൻ, ഈ ലൈനിന് പാരലായിട്ട് മൂവ് ചെയ്യാം. അന്നേരം അതെല്ലാം തന്നെ ഈ ലൈൻസിനെ കട്ട് ചെയ്യും. അതേപോലെ റിട്ടേൺ സ്ട്രോക്കിൻ്റെ മിഡിൽ ലൈൻ ദാറ്റ് ഈസ് 3 ഡാഷ് എന്ന് പറയുന്ന ലൈനിനെ 6 കട്ട് ചെയ്യാം. 6 കട്ട് ചെയ്യുമ്പം 6 പോയിൻറ്റ്സ് കിട്ടും. അതിൻ്റെ അകത്ത് രണ്ട് സൈഡിൽ നിന്നും ലൈൻസ് വരക്കുക. അതെങ്ങനെ വരക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലത്തെ പോയിൻറ്റ്സ് അഥവാ ഈ കോർണറിന് 5-ൻ്റെയും 4-ൻ്റെയും 3-ൻ്റെയും വരക്കുക. ഇപ്പോഴത്തെ പോയിൻറ്റ്സ് 3-ൻ്റെയും 2-ൻ്റെയും 1-ൻ്റെയും വരക്കുക. അതാ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരക്കുക. അതിനുശേഷം നമുക്ക് പോയിൻ്റ് ഇടാൻ തുടങ്ങാം. എല്ലാം ബേസിന് അനുസരിച്ചിട്ട് വരിക. 0 എന്നുള്ള പോയിൻറ്റിന് വേറൊന്നുമില്ല, ആ 0-ൽ തന്നെ ബേസ് ലൈനിൽ നിന്ന് 1 ഡാഷ് ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റിലായിരിക്കും അടുത്ത പോയിൻറ്റ്, 2 ഡാഷ് ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റിലായിരിക്കും അടുത്ത പോയിൻറ്റ്, 3 ഡാഷ് ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റിലാണ് അടുത്ത പോയിൻറ്റ്, 4 ഡാഷ് ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റിൽ അടുത്ത പോയിൻറ്റ്, 5 ഡാഷ് ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റിൽ അടുത്ത പോയിൻറ്റ്, ഫൈനലി 6 ഡാഷ് ഇൻ്റർസെക്റ്റിംഗ് പോയിൻറ്റ്. അതുതന്നെ സിമിലർലി റിട്ടേൺ സ്ട്രോക്കിൽ നമ്മൾ ആക്കണം. അതിന് മുമ്പ് നമുക്കിതിൻ്റെ പ്രൊഫൈൽ വരക്കാം. ഈ പോയിൻറ്റ്സ് എല്ലാം വെച്ചിട്ട് പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യാം. അടുത്ത ഡ്വെൽ പീരീഡ് ആണ്. ഡ്വെൽ പീരീഡ് കാണാൻ നമ്മൾ ഡ്വെൽ പീരീഡിൻ്റെ മൊത്തം സ്ട്രെയിറ്റ് ലൈനാണ്. അതിനുശേഷം റിട്ടേൺ സ്ട്രോക്ക് വരുന്നതിന് വേണ്ടിയിട്ട് 5 ഡാഷും കൂടി ജോയിൻ ചെയ്യുന്ന പോയിൻ്റ് അഥവാ 5-ൻ്റെ ലൈൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരക്കുന്ന ഈ ലൈനാണ്. ആ ലൈനും 5 ഡാഷിൻ്റെ കുത്തനെയുള്ള ലൈനും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് എടുക്കുക. അതുപോലെ 4-ൻ്റെ ചെരിഞ്ഞ ഇൻക്ലൈൻഡ് ലൈനും 4 ഡാഷിൻ്റെ വെർട്ടിക്കൽ ലൈനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് എടുക്കുക. 3-ൻ്റെ വെർട്ടിക്കൽ ലൈനും 3-ൻ്റെ ഇൻക്ലൈൻഡ് ലൈനും ദാറ്റ് വിൽ ബി ദ സെൻറ്റർ പോയിൻറ്റ് ദാറ്റ് വിൽ ബി മാർക്ക്ഡ് ആസ് ലൈക്ക് ദിസ്. ആൻഡ് സിമിലർലി 2 എന്ന് പറയുന്ന ഇൻക്ലൈൻഡ് ലൈനും 2 ഡാഷിൻ്റെ വെർട്ടിക്കൽ ലൈനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് എടുക്കുക. 1 ഡാഷിൻ്റെ ലൈൻസും എടുക്കുക. 0-ലേക്ക് ജോയിൻ ചെയ്യുക. കർവ് കംപ്ലീറ്റ് ചെയ്യുക. ദിസ് വിൽ ബി അവർ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം. നേരത്തെ വച്ചതിൻ്റെ സെയിം ആണ്, ഓഫ്സെറ്റിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. ഇനി അതിനെ ഞാൻ സൈഡാക്കി വരച്ചു. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ആദ്യം ആക്സിസ് വരച്ചു. ഇവിടെയാണ് നമ്മൾ ഓഫ്സെറ്റ് ശ്രദ്ധിക്കേണ്ടത്. ആദ്യം മിനിമം റേഡിയസ് ദാറ്റ് ഈസ് 40 mm അത് വരക്കുക. 40 mm വരച്ച് കഴിഞ്ഞാകുമ്പം നമ്മൾക്ക് തന്നിരിക്കുന്ന ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് ആദ്യം എടുക്കുക. ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് 20 mm ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് 20 mm റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരക്കണം. ദാറ്റ് വിൽ ബി ലൈക്ക് ദിസ്. 20 mm റേഡിയസ് ഉള്ള സർക്കിളാണ് ആ ഉള്ളിലുള്ളത്. അത് വരച്ച് കഴിഞ്ഞാൽ ഈ ആക്സിസിന് പാരലായിട്ട് ഇതിൻ്റെ എൻഡ് പോയിൻ്റിൽ നിന്ന് മുകളിലോട്ടേക്ക് ഒരു ലൈൻ വരക്കാം ലൈക്ക് ദിസ്. നിങ്ങൾ ചിത്രം നോക്കുക. ഈ വെർട്ടിക്കൽ ലൈനിന് പാരലായിട്ട് ഇതിന് ടാൻജൻ്റായിട്ട് ഈ 20 mm ഓഫ്സെറ്റ് സർക്കിളിന് ടാൻജൻ്റായിട്ട് ഒരു ലൈൻ വരക്കുക. അതിനുശേഷം ഈ പോയിൻ്റിൽ നിന്ന് ഈ സെൻറ്ററിലേക്ക് ഒരു ലൈൻ ജോയിൻ ചെയ്യാം. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി
ഈ ലൈൻ ഇപ്പോൾ ഈ പോയിന്റ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ലൈനിനെ ബേസ് ചെയ്തിട്ട് ഇവിടെ പ്രൊട്രാക്ടർ വെക്കുക. ഇവിടുന്ന് ഇവിടത്തേക്ക് 120 ഡിഗ്രി വരുന്ന വിധത്തിൽ അതിനെ 6 കട്ട് ചെയ്തിട്ട് ലൈൻസ് വരയ്ക്കാൻ നോക്കുക. 1 2 3 4 5 6 6 കട്ട് ചെയ്യുന്ന വിധത്തിൽ വരയ്ക്കുക. അതിന് 6 പോയിൻറ്റ്സും നമ്മൾ മാർക്ക് ചെയ്യുക. 0 1 2 3 4 5 6 എന്നുള്ള വിധത്തിൽ. അതിനുശേഷം അവിടുന്ന് 90 ഡിഗ്രി എടുത്തിട്ട് ഡെൽ പീരീഡ് മാർക്ക് ചെയ്യുക. 60 ഡിഗ്രി എടുത്തിട്ട് ഡെൽ പീരീഡ് മാർക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും 6 കട്ട് ചെയ്യുക. 1 2 3 4 5 6. അന്നേരം ആ 6 പോയിൻറ്റിന് നമ്മൾ മാർക്ക് ചെയ്ത് നോക്കുക. അതേപോലെ അതിൻ്റെ എൻഡ് പോയിൻറ്റ്സ് ഡാർക്ക് ചെയ്ത് നോക്കുക. നേരത്തെ തന്നെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കുറേ പുറത്തേക്ക് വരച്ചിട്ടുണ്ട്. ഇത് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ഓഫ്സെറ്റിൽ ആ എൻഡ് പോയിൻറ്റ്സ് മാത്രമേ നമുക്ക് വേണ്ടൂ. അഥവാ ഈ പോയിൻ്റ്, ഇവിടുത്തെ പോയിൻ്റ്, ഈ പോയിൻ്റ് എല്ലാം എടുക്കുക. അതെല്ലാം തന്നെ മാർക്ക് ചെയ്യുക. ഇത് വായിച്ച് ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന് മുമ്പ് വരച്ച എല്ലാ ലൈൻസും വളരെ നേർത്ത ലൈനായിരിക്കണം. കാരണം അതെല്ലാം തന്നെ നമുക്ക് അധികം എടുത്ത് കാണിക്കാൻ പാടില്ലാത്ത ലൈൻസാണ്. ഞാനിപ്പം വീഡിയോ ക്ലാസ് ആയതുകൊണ്ട് അത് വായിച്ചിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് പറയണം. കാരണം നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നോട്ടിൽ വരക്കുമ്പോൾ നിങ്ങൾക്ക് അത് പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഇതുവരെ വരച്ചതെല്ലാം തന്നെ വളരെ നേർത്ത ലൈനായിട്ട് കാണിക്കുക. കാരണം കാണുന്നവർക്ക് വളരെ നേർത്തിട്ട് മാത്രമേ കാണാൻ കഴിയൂ. ഇനി വരക്കുന്ന ലൈൻസ് കുറച്ചും കൂടി കട്ടിയായിട്ട് വരക്കുക. അതായത് ഞാനിനി ഇപ്പോൾ ഇതിൻ്റെ അതിപ്പം 0 എന്ന് പറയുന്നൊരു പോയിൻ്റ് ഉണ്ട്, 1 പോയിൻ്റ് ഉണ്ട്, 2 പോയിൻ്റ്, 3 പോയിൻ്റ് ഉണ്ട്. എല്ലാ പോയിൻറ്റ്സും നമുക്ക് ഈ മിനിമം റേഡിയസ് സർക്കിളിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം തന്നെ ഈ ഓഫ് സർക്കിളിന് ടാൻജൻ്റ് ആയിട്ട് വരക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ 1 എന്നുള്ള പോയിൻ്റിൽ നിന്ന് ഈ സർക്കിളിന് ടാൻജൻ്റ് ആയിട്ട് ഒരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് പുറത്തേക്ക് വരക്കുക. 2 നിന്ന് ഈ സെൻട്രൽ ലൈനിന് സെൻട്രൽ സർക്കിളിന് ടാൻജൻ്റ് ആയിട്ട് വരക്കുക. 3 വരക്കുക. 4 എന്ന് വരക്കുക. 5 വരക്കുക. 6 വരക്കുക. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും 6 5 4 3 അങ്ങനെ 2 1 0. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരക്കേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെ ആംഗിൾ എടുക്കണം. ടാൻജൻറ്റ് ഒരിക്കലും ഇതിൻ്റെ 1ൻ്റെ ടാൻജൻറ്റ് ഇങ്ങോട്ടേക്ക് വരക്കാൻ പാടില്ല, ഇങ്ങോട്ടേക്ക് മാത്രമേ വരക്കാൻ പാടുള്ളൂ. ഈ ഭാഗത്തേക്കാണ് ഡാറ്റാസ് എല്ലാം എടുക്കുന്നുണ്ടെങ്കിൽ. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രം എടുക്കുക. 0 എന്നുള്ള പോയിൻ്റ് ഇത് തന്നെയായിരിക്കും. ബേസ് ലൈനിൽ നിന്ന് 1 ജോയിനിങ് പോയിൻറ്റിലേക്കുള്ള ഈ ഹൈറ്റ് ഇതിൻ്റെ പോയിൻ്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരക്കുക, അഥവാ ഇങ്ങനെ മാർക്ക് ചെയ്യുക. അതേപോലെ ഈ ബേസിൽ നിന്ന് 2 വരക്കുന്ന പോയിൻ്റ് ഈ 2ൻ്റെ ഈ പോയിൻ്റിൽ നിന്ന് മുകളിലോട്ടേക്ക് വരക്കുക. ദാറ്റ് വിൽ ബി ലൈക്ക് ദിസ്. സിമിലർലി 3 വരക്കുക, 4 വരക്കുക, 5 വരക്കുക, 6 വരക്കുക. പിന്നെ ഡെൽ പീരിയഡ് ആണ്. സർക്കിൾ എടുത്ത് വരച്ചാൽ മതി. അത് സർക്കിൾ കംപ്ലീറ്റ് ചെയ്താൽ അത് നേരെ ഇവിടെ വരും. 5 വരക്കുക, 4 വരക്കുക, 3 വരക്കുക, 2 വരക്കുക, 1 എടുക്കുക. 0 എന്നുള്ളത് അതേ പോയിൻ്റ് ആയിരിക്കും. അത് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം ബാക്കിയുള്ള 90 ഡിഗ്രിയും കൂടി കംപ്ലീറ്റ് ചെയ്യണം. നമ്മൾ ചിത്രത്തിൽ ചെറിയൊരു എറർ പോലെ തോന്നുന്നുണ്ട്, കാരണം ഞാൻ എടുത്ത ആംഗിൾസിൻ്റെ മിസ്റ്റേക്കാണ്. അതുകൊണ്ട് തന്നെ ഇതാണ് നമ്മളുടെ ക്യാം പ്രൊഫൈൽ വരിക. ഇങ്ങനെയാണ് ഓഫ്സെറ്റ് വരുന്ന പ്രോബ്ലംസ് വരക്കേണ്ടത്. താങ്ക് യു. നൈഫ് എഡ്ജ് ഫോളോവർ ആണെന്നുള്ളതുകൊണ്ട് ആ ഫോളോവർ ഏതെങ്കിലും ഒരു പോയിന്റിൽ കാണിക്കുക. ഇപ്പോൾ തൽക്കാലം ഞാൻ ഇനീഷ്യൽ പോയിന്റിൽ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. താങ്ക് യു.